ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമുക്ക് ഈ ഒരു കാണുന്ന കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണം. പിന്നെ ഈ മേശ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണം. അത് നമുക്ക് ഡോർ തുറക്കാം. അങ്ങോട്ട് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ലൈറ്റ് ഓഫ് ആക്കി കൊടുക്കാം. ഒന്നാമത് കറണ്ട് ബില്ലൊന്നും കൂടാൻ സാധ്യതയുണ്ട്, ഫാനൊക്കെ സ്ഥിരം ഇടുന്നതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് തൽക്കാലം ഫാൻ ഇടാണ്ട് പുറത്തു നിന്നുള്ള കാറ്റ് കൊണ്ടുകൊണ്ട് പണിയെടുക്കാം. ഓക്കെ, അപ്പോൾ നേരെ പണിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബാഗ് വൈസ് ഞാൻ കാണിച്ചു നിങ്ങൾക്ക്. അപ്പോൾ കട്ടാക്കിയിട്ട് എടുക്കാം. ഓക്കെ അല്ലേ? ഫസ്റ്റ് നമ്മൾ ഈ ബാഗാണ് നോക്കാൻ പോകുന്നത്. ഇതിൽ ഓരോ ബുക്കായിട്ട് എടുക്കാം. ഈ ബുക്ക് ആവശ്യമില്ല, ഈ ബുക്ക് ആവശ്യമില്ല. കുറേ സമയം എടുക്കും ഇതിപ്പോൾ. ഇപ്പോൾ എന്തായാലും ഇത് റെഡി ആക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഈ 2 സഞ്ചി എടുത്തതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളിതാ. 2 സഞ്ചി എടുത്തിട്ട് കിട്ടിയതാണ്. കുറേ ബുക്ക് ഉണ്ട്, അതുപോലെ കുറേ വേസ്റ്റ് ഉണ്ട്. പിന്നെ ചെസ്സ് ബോർഡ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യമായിട്ടൊരു ചെസ്സ് ബോർഡ് കിട്ടി. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു പരിപാടി ഉണ്ടായി. ഇതിൽ കരുക്കൾ ഒരു കുറവാണ്. അതിന് പകരം നമ്മൾ എന്തോ സാധനം വെച്ചിട്ട് ഒപ്പിച്ചിരുന്നത്. അതൊന്നും ഇപ്പോൾ തുറന്ന് കാണിക്കാൻ നിൽക്കുന്നില്ല. ഇപ്പോൾ ചെസ്സും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വേസ്റ്റ് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, ഒരു മാർക്കറൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ അതിൽ നിന്ന് വേറൊരു സാധനം കിട്ടിയിട്ടില്ല. നല്ലൊരു കുപ്പായം കിട്ടിയിട്ടുണ്ട്. പഴയ കുപ്പായമാണ്. ഇടാൻ പറ്റുന്നില്ല. അലക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഇടാം. അനക്കല്ല, ആയിരിക്കും കൊടുക്കാം. വീട്ടിൽ തുണിയെടുക്കാൻ വരുന്നവർക്കായിട്ടും കൊടുത്തു കഴിഞ്ഞാൽ നല്ല കുപ്പായം, കീറിയിട്ടൊന്നുമില്ല. ചുരുങ്ങിയോണ്ട് ഇതിനകത്ത് ചുരുട്ടിക്കുട്ടിയിട്ടാണ്. അതിനോട് നമുക്ക് ഇത്തിരി വേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആവശ്യമുള്ള ബുക്കെല്ലാം ഇതിൻ്റെ അകത്താക്കി. ഈ സഞ്ചിൻ്റെ ഉള്ളിൽ ആവശ്യമുള്ള ബുക്കെല്ലാം ആക്കി. ഹലോ ഗൈസ്, അങ്ങനെ രണ്ടാമത്തെ ഭീമാകാരം ബാഗ്. എനിക്കിന് വെയിറ്റ് പൊക്കാൻ പോലും കഴിയുന്നില്ല. ഈ ബാഗിനുള്ളിലെ വേസ്റ്റും കാര്യങ്ങളും പിന്നെ വേണ്ടതൊക്കെ തരംതിരിക്കാം നമുക്ക്. അങ്ങനെ തരംതിരിച്ചതിൻ്റെ വീഡിയോ നമുക്ക് ഇതിൻ്റെ അകത്തില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് എന്തോ ഉണ്ട്. എല്ലാം നമുക്ക് വൃത്തിയാക്കാം. ഈ കള്ളിയും ഈ ചെറിയ കള്ളിയൊക്കെ തുറന്നിട്ട് കിട്ടിയ സാധനങ്ങളാണ് ഇതെല്ലാം. കണ്ട, കുറേ 2 കടലാസിൻ്റെ വേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ഡിക്ഷണറി, പിന്നെ ഒരു മോതിരം കിട്ടി. എനിക്ക് പാകമൊന്നുമില്ല, എനിക്ക് വാങ്ങിച്ചു തന്നെയാണ്. പറ്റുന്നുണ്ടോ ഇപ്പം? ഇതാണ്ട അൽ അറബീൻ്റെ കോയിൻ തന്നെയാണ് തോന്നുന്നു, അറിയില്ല. ഒരു കോയിൻ കിട്ടിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് എഴുതി നോക്കാം. പറ്റുന്നൊന്നുമില്ല കേട്ടോ. എന്തോ അപ്പോൾ ഒരു വേസ്റ്റായി കൂട്ടാം നമുക്ക്. പേന്, പിന്നെ ഇതാ കുറേ ആയുധങ്ങൾ, കോമ്പസ്, ഡിവൈഡർ കാര്യങ്ങൾ, പിന്നെ ഒരു തത്തമ്മ, പിന്നെ ഇതാ ഒരു ടവൽ, പഴയ ടവൽ, പിന്നെ ഒരു ചാർജറിൽ എന്തിനാണ് വെച്ചതെന്ന് എനിക്കറിയില്ല. കുത്തിക്കയറ്റി വെച്ചതാണ്. ഇപ്പോൾ എന്തായാലും ബാക്കി ഇതിൻ്റെ അകത്തുള്ള ബുക്ക് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാൻ കുറച്ച് സമയം എടുക്കും. കുറേ ബുക്കുണ്ട്, അതെല്ലാം നമുക്ക് വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം. ഈ ബാഗിൽ പ്രത്യേകിച്ചൊന്നും മാറ്റാനൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് ബുക്ക് മാറ്റാനുണ്ടായിന്. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ ഒരു സ്പ്രേൻ്റെ സാധനം കിട്ടീനി. അതെന്താണ്? ഇത് JRCൻ്റെ സാധനമാണ്. JRCൻ്റെ. പിന്നെ കാന്തുണ്ടായിനി. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ട് തോന്നി നോക്കാം നമുക്ക്. റിബൺ, കൈ കെട്ടുന്ന റിബൺ. ഇതെന്നാ ബുഷ്, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്ത് വാങ്ങാൻ പറ്റുന്ന ബുഷ് വാങ്ങിയതാണ്. പിന്നെന്തോ ഈ സാധനം. പിന്നെ നോക്കട്ടെ, വാച്ചിൻ്റെ സാധനമാണ്. ഇത്രയാണ് അതിൻ്റെ അകത്ത് ഉണ്ടായി. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് ഈ കോമ്പസിനെല്ലാം ഈ ബോക്സിലേക്ക് ഇടാം. ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ചോക്കിൻ്റെ സംസ്ഥാന സമ്മേളനം കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് മെല്ലെ ഈ ചോക്കിനെ ഈ പ്ലാസ്റ്റിക് സഞ്ചിയിലേക്ക് വീകല്ലേ ഒറ്റക്കൈ കൊണ്ട്. ഈ 2ലെയും ചോക്ക് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഇതുണ്ട്, ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരാളുണ്ട്. ഇവരെ നമുക്ക് പാരാമോൾ എന്ന് വിളിക്കാം. പാരാസെറ്റമോൾ 500ൻ്റെയാണ്. അങ്ങോട്ട് മാറ്റാം. ഇതിലേക്ക് നമുക്ക് ഈ കോമ്പസിനെ ഇടാമല്ലോ. മെല്ലെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം.
അടക്കാൻ പറ്റൂലേമോ, ഇതിലേക്ക് പോകാം. ഓക്കെ, കോമ്പസ് നമ്മളങ്ങനെ അടച്ചു പൂട്ടി വെച്ചിട്ടുണ്ട്. ഈ ബോക്സ് കാലിയാണ്, ഈ ബോക്സിലേക്ക് എന്തെങ്കിലും ഇടാം. തൽക്കാലം നമ്മൾ ചോക്ക് ഇടുന്നില്ല, ചോക്കിൽ നമുക്ക് സഞ്ചിയാലും പോരെ. പാരാമോളിതാ ഇവിടെ കരഞ്ഞ് വിഷമിക്കുകയാണ്. നമുക്ക് കുറച്ച് കാലമായിട്ട് പനി വരുന്നില്ല. പനി വന്നാൽ മാത്രം ഉപകാരമുള്ളൊരു സാധനം. പനിക്ക് മാത്രമല്ല ഡോക്ടർമാർ എഴുത്തരുന്നെന്നുള്ളത് സത്യം. നമ്മൾ അടുത്ത ബാഗിലേക്ക് പോവുകയാണ്. അടുത്ത ബാഗ് ആദ്യം തന്നെ നമുക്ക് ഭാരത് മാതാ കീ ജി എന്ന് വിളിച്ച് തുടങ്ങാം. പതാക. ഓ, ഇനി നമുക്കിതെല്ലാം ക്ലീൻ ചെയ്യണം. കുറേ പെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എല്ലായിടത്തും പുറത്ത് വെച്ച് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ചിലപ്പോൾ ഇതിൻ്റെ അകത്തും നേരത്തെ ബാഗ് പോലെ തന്നെ പ്രത്യേകിച്ച് എടുക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പം ക്ലീൻ ചെയ്യാനേ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാം. ഓക്കെ, മറ്റേ ബാഗ് പോലെയല്ല, ഇതിൽ കാട്ടങ്ങളുണ്ട്, ചാടാൻ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചാടേണ്ടതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം. ഇനി ഈ ബാഗിലേക്ക് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് കിട്ടിയ കുറച്ച് സാധനങ്ങൾ. ഇതൊരു പേനയാണ്. ഞെക്കി 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 എഴുതി നോക്കാം. ഓക്കെ, കിട്ടുന്നുണ്ട്. പേന ഓക്കെയാണ്. ഇത് ചിരിക്കുന്ന സ്മൈലാണ്. കിട്ടുന്നുണ്ടോ? ചിരിക്കുന്ന സ്മൈൽ കാണുന്നില്ല അല്ലേ? ഇതെങ്ങനെയാണ് പ്രിൻ്റ്? എങ്ങനെ സ്മൈലുണ്ടോ? സ്മൈൽ ഇങ്ങനെ കിട്ടും. സ്മൈൽ വരും. ഈ സ്മൈൽ. അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. ഇത് നമുക്ക് ചാടേണ്ടതല്ല. പിന്നെ ഒരു പേഴ്സ്. ഇതിൽ തന്നെ പാരമോൾ. അപ്പോൾ നമ്മളെ നേരത്തെ ഒരു പാരസെറ്റമോളിന് കൂട്ടുകാരായി 2 പാരസെറ്റമോൾ കിട്ടിയിരിക്കുകയാണ്. സന്തോഷം, ഞാൻ അതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. പിന്നെ നേരത്തെ കോമ്പസിൻ്റെ പിന്നെ വെക്കാൻ ഒരു ഡിവൈഡർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്കൊരു സഞ്ചിയാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ പുറത്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഈ സഞ്ചിയിലെ സാധനങ്ങൾ നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ട്. ഗാഡിയെല്ലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഏച്ചി ആക്കി തന്നതായിട്ടായിരുന്നു. ഹാപ്പി ടീച്ചേഴ്സ് ഡേ. പിന്നെ അതിൻ്റെ കോലായിട്ട് ഇത് പൊട്ടിപ്പോയി. സാരല്ല, അപ്പോൾ അത് നമുക്ക് സൈഡിലേക്ക് വെക്കാം. അത് ആവശ്യമുണ്ട്. ഈ കാർഡ് ബോർഡെല്ലാം ആവശ്യമുണ്ട്. ഇതെല്ലാം വേസ്റ്റ് ആയിട്ട് വരും. ഇതിൽ കുറച്ച് വേസ്റ്റ് ഉണ്ട്. ഇതെല്ലാം ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ സഞ്ചിയിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ. അപ്പം നമുക്കിനി ഈ ഏരിയ ആണ് ഒന്ന് നീറ്റാക്കേണ്ടത്. ഈ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യണം. ആ ഏരിയയിൽ കുറച്ച് കാര്യങ്ങൾ മാറ്റിയപ്പം കുറച്ച് എഴുതാൻ പറ്റുന്ന കുറച്ച് ബുക്ക്, പേജിലുള്ള ബുക്ക് കിട്ടി. പിന്നെ എൻ്റെ ഡയറി ഉണ്ടായിരുന്നു. പിന്നെ ഒരു തീപ്പെട്ടിയും പിന്നെ പറ്റുന്നൊരു പേന. പിന്നെ ഇതെല്ലാം ആവശ്യമുള്ള തന്നെ. ഇതാവശ്യമില്ലാത്ത ഈ ബുക്ക് ആവശ്യമില്ല. പിന്നെ ഇതാ അവിടെ നിന്ന് കിട്ടിയ വേസ്റ്റാണ്. ഇത്രയും വേസ്റ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിതാ ഇത്രയും പേപ്പർ കിട്ടി. ഇത്രയും ബുക്കിൽ നിന്ന് ഇത്രയും പേപ്പർ നമ്മൾ മുറിച്ചെടുത്ത്, വൈറ്റ് പേപ്പർ നമുക്കിതിൽ എഴുതാം, ആവശ്യത്തിന് ഉപയോഗിക്കാം. നമ്മൾ ഈ ബ്ലൂബെറി ഫാൻ അങ്ങ് കൊടുക്കാൻ പോവാണ്. അല്ല, നിങ്ങൾ പറയുന്ന പോലെയൊക്കെ തരാം. പറ്റിച്ചേ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതുപോലെ ഒരുപാട് ബുക്കും വേസ്റ്റൊക്കെ ഉണ്ട്. വെച്ച് നമുക്ക് ഇഷ്ടംപോലെ ബുക്കുണ്ട്, ഇഷ്ടംപോലെ വേസ്റ്റ് ഉണ്ട്. നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് ഇങ്ങനെ കമുത്തി കാണിച്ചില്ലേ. ഇതാണ് ഇതിൻ്റെ സാധനം. കണ്ട, ഇത് മൊത്തം നമ്മൾ വൃത്തിയാക്കാൻ പോയി. റെഡി അല്ലേ? നേരത്തെ പെട്ടിയിലേക്ക് തിരിച്ചു വെക്കേണ്ട ബുക്കാണ് ആവശ്യമുള്ളത്. പിന്നെ കുറച്ച് ബുക്ക് ആവശ്യമില്ലാത്തതുണ്ടായിരുന്നു, അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ പോലെ തന്നെ ഒരു പോസ്റ്റർ, അത് നേരത്തെ ഏച്ചി തന്നെ ആക്കിയത്, ഇതും ഏച്ചി തന്നെ ആക്കിയത്. സേ ന്യൂ ടു ഡ്രഗ്സ്, നേരത്തെ ടീച്ചേഴ്സ് ഡേ എൻ്റെ ആയിരുന്നു. പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആ പെട്ടിയിൽ നിന്ന് ഉണ്ടായിരുന്നുണ്ട്. വലുതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആ പെട്ടിയിൽ നിന്ന് നമ്മൾ കിട്ടിയ ആ വേസ്റ്റ് ബുക്കിൽ നിന്നൊക്കെ കീറിയിട്ട് കിട്ടിയ പേപ്പറാണ്. ഇത്തിരി പേപ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എഴുതാനൊക്കെ ഉപയോഗിക്കാം. നേരത്തെ ഇതുപോലെ ഒരു കെട്ട് പേപ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് ചേർത്ത് ഒരേ സൈസുള്ള പേന ഒരുമിച്ച് വെച്ചിട്ട് പിന്നടിച്ചിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇന്ന് കിട്ടിയതാണ് ഞാൻ എഴുതിയൊരു കഥ. ചെറിയൊരു കഥയാണ്, ഫിനിഷായിട്ടില്ല. കുറച്ച് പേജ്, 2 ഭാഗമേ. വളരെ ചെറുതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഇത് എൻ്റെ ചെറിയൊരു ബുക്കാണ്. നമ്മൾ പെട്ടിയിലേക്ക് എല്ലാ ബുക്കും, ആവശ്യമായ എല്ലാ ബുക്കും, നേരത്തെ കാണിച്ച എല്ലാ ബുക്കും ഇതിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. എല്ലാം ഇതിൻ്റെ അകത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഈ പെട്ടി നമുക്ക് ക്ലോസ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഏരിയ മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ ടേബിൾ, ഈ ഒരു ടേബിളും കൂടി ക്ലീൻ ചെയ്യണം.
കുറച്ച് പണിയുള്ളൂ, ഇനി ചില്ലറ പണിയുള്ളൂ. ഇത് ഒന്ന് റെഡിയാക്കണം. പിന്നെ നമ്മൾ അപ്പോൾ നേരത്തെ നടന്ന് എന്തൊക്കെയോ മാറ്റിയപ്പോൾ കുറച്ച് കട്ടിമ്മിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഒന്ന് റെഡിയാക്കണം. പിന്നെ അത്രയേ ഉള്ളൂ, സിമ്പിൾ. നമുക്ക് ഈ ജനലിൻ്റെ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യണം. ജനൽ തുറക്കാം, ജനലൊന്ന് തുറന്ന് ക്ലീൻ ചെയ്യാം. ഇവിടെ മെഴുകുതിരി എൻ്റെ കാണുന്നുണ്ട്, ഇരുട്ടാണ് എൻ്റെ ഈ ഏരിയയിൽ ഇരുട്ടാണ്. മെഴുകുതിരിൻ്റെ കഷ്ണമുണ്ട്, പിന്നെ കുറച്ച് ചോക്കുണ്ട്, ഇത് ബ്ലേഡ്, ഇതൊക്കെ ഒന്ന് മാറ്റണം. അതൊക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ ഈ ജനലിൻ്റെ ഭാഗമൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഈ ജനൽ സെറ്റായി. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ടേബിളും അതുപോലെ തന്നെ ഈ കടക്കയിലുള്ള സാധനങ്ങൾ സെറ്റാക്കണം. നമ്മളങ്ങനെ ഈ ഒരു മേശ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആകെ ക്ലീൻ ചെയ്യാനുള്ളത് ഈ ബെഡ് മാത്രമാണ്, ബെഡിൽ വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം. അപ്പം നമ്മൾ ഈ കട്ടിലിൻ്റെ വൃത്തിയാക്കുമ്പോൾ നമ്മൾ നല്ല പേപ്പറൊക്കെ കട്ട് ചെയ്തെടുത്താണ് ബുക്കിൽ നിന്ന്. അതിൻ്റെ വേസ്റ്റ് ഞാൻ കാണിച്ചിട്ട്, ഇതാണ് നമ്മുടെ വേസ്റ്റ്. അതിൻ്റെ വേണ്ടാത്ത കടലാസ് അങ്ങനത്തെ കാര്യങ്ങളാണിത്. അപ്പോൾ നമുക്കിതൊക്കെ എന്ത് ചെയ്യാം, പാക്കറ്റിലേക്ക് ഇടാം. അപ്പം നമ്മളിത് പാക്കറ്റിലേക്ക് ഇട്ട് ഇത് നമുക്ക് ചാടിക്കിടാം. എന്നിട്ട് നമുക്ക് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വൃത്തിയാക്കാം. കീറിയ പേപ്പറെല്ലാം ഒന്ന് ദുക്കി വെക്കാനുണ്ട്. അങ്ങനെ നമുക്ക് റൂമിൽ നിന്ന് നമ്മൾ അടിച്ചു വാരിക്കെട്ടി കാട്ടാണ്. എല്ലാം നേരത്തെ തന്നെ പേപ്പറെല്ലാം എടുത്ത് അപ്പുറത്തേക്ക് ഇട്ടിനി. ഇതിപ്പോൾ നമ്മൾ ടോട്ടലി ഒന്ന് അടിച്ചു വാരിയത്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് തുടങ്ങിയ വൃത്തിയാക്കി. ഉച്ചയ്ക്ക് മുമ്പേ ഒരു 12 മണി 1 മണിയാകുമ്പോൾ ആയിട്ടാണ് തുടങ്ങിയത്. അതിനുശേഷം ഇടയ്ക്ക് ഫുഡ് കഴിച്ചു ഒരു 2-2:30 ആകുമ്പോൾ. ആ ഒരു ടൈമൊക്കെ ഒഴിച്ച് മാറ്റിയാലൊരു 3-4 മണിക്കൂർ എടുത്തിട്ടുണ്ടാകും. അങ്ങനെ അവസാനം നേരത്തെ നിങ്ങൾ കണ്ട ആ ഒരു വൃത്തികേടായ സ്ഥലം നമ്മൾ എല്ലാം ബാഗൊക്കെ സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ജനലാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ബോക്സൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. കട്ടിൽ നമ്മൾ ഒടിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടേബിൾ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു കെട്ട് പെൻസിൽ, പിന്നെ ഇതിനകത്ത് നമ്മൾ വാച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കീറിയെടുത്ത ഒരുപാട് പേപ്പർ കിട്ടിയിട്ടുണ്ട്, അതെല്ലാം അട്ടിക്കട്ടിക്ക് വെച്ചിട്ടുണ്ട്. ഇതൊരു പുസ്തകമാണ് വയ്ക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ എഴുത്തുകൾ ഈ ഒരു ഇതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു അത്. പിന്നെ കലണ്ടർ നമ്മൾ മെയിലേക്ക് ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു, അത് ഏപ്രിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതാ ഒന്ന് അടിച്ചു പോയി ക്ലീനാക്കി. ഇപ്പോൾ തറയൊക്കെ നല്ല ക്ലീനായിട്ട് അടിപൊളിയായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ അല്ലേ ഗൈസ്? അപ്പോൾ ടാറ്റാ, ബൈ ബൈ.